ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷനിൽ 5 കൊടും ഭീകരർ കൊല്ലപ്പെട്ടു. 7-ന് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 3 ജെയ്ഷെ ഭീകരരും 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരരും കൊല്ലപ്പെട്ടവരിൽ മസൂദ് അസറിൻ്റെ ബന്ധുവും ഉണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടുവെന്ന് മസൂദ് അസർ തന്നെ അന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് റൌഫ് അസർ അടക്കമുള്ള സഹോദരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരികയും ചെയ്തത്. പക്ഷേ ഇന്ത്യൻ സേന ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. ഈ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? ഈ അന്ന് മസൂദ് അസർ പറഞ്ഞ 10 പേരിൽ ഉൾപ്പെട്ട 7 പേരാണോ, അതല്ലാതെ 7 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണോ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? ഏതായാലും ഏറ്റവും പുതിയ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 5 കൊടും ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടത്തിയ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനിൽ ആണ് ഈ 5 കൊടും ഭീകരർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 3 ജെയ്ഷെ ഭീകരരും 2 ലഷ്കർ ഇ തൊയ്ബ ഭീകരരുമാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിഷ്ണു, അന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മസൂദ് അസർ പറഞ്ഞിരുന്നു തൻ്റെ 10 ബന്ധുക്കളും 4 അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളത്. അതിന് പിന്നാലെ പിറ്റേന്ന് വന്നു റൌഫ് അസർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ പാകിസ്ഥാനോ ഇന്ത്യയോ അന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വാർത്ത സ്ഥിരീകരിക്കാനാകുന്നതാണോ? ഇന്ത്യയാണോ ഈ വാർത്ത പുറത്തുവിട്ടത്? സിജു, ഇപ്പോൾ സ്ഥിരീകരിക്കാമെന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ കഴിഞ്ഞ മെയ് 7-ന് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 100-ലധികം ഭീകരരുൾപ്പെടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ അതിൽ ആണ് 5 കൊടും ഭീകരരുടെ പേരുകൾ, അതായത് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട 5 ഭീകരരുടെ പേരുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകളുണ്ട്. 3 തീവ്രവാദികൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. 2 ലഷ്കർ ഭീകരരും ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ മസൂദ് അസറിൻ്റെ ബന്ധുവും ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് യൂസഫ് അസറാണ് മസൂദ് അസറിൻ്റെ ബന്ധു. ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത്. മസൂദ് അസറിൻ്റെ ബ്രദർ ഇൻ ലോയാണ് മുഹമ്മദ് യൂസഫ് അസർ. ഇത് ഈ ഒരു വിമാന റാഞ്ചൽ കേസിലടക്കം ഈ പ്രതിപട്ടികയിൽ അതാണ് വിഷ്ണു, ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന റൌഫ് അസർ എന്ന് പറയുന്നത്, ഇത് മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത് ബ്രദർ ഇൻ ലോയാണ് അല്ലേ? അതായത് മറ്റേ കഴിഞ്ഞ ദിവസം മരിച്ച റൌഫ് അസർ എന്ന് പറയുന്നത് മുഹമ്മദ് അസറിൻ്റെ സഹോദരനായിരുന്നു. ഈ 1998-ലെ എയർ ഇന്ത്യ വിമാന റാഞ്ചലിൽ ഉൾപ്പെട്ടവരാണ് ഈ ഇപ്പോൾ യൂസഫ് അസറും അതോടൊപ്പം തന്നെ റൌഫ് അസറും. അന്നുണ്ടായിരുന്ന 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ഈ പുതിയ വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? സിജു, കഴിഞ്ഞ ദിവസം അത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായിരുന്നു വന്നിരുന്നത്. ഇത്തരത്തിൽ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നത് അത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ മുഹമ്മദ് യൂസഫ് അസർ കൊല്ലപ്പെട്ടു എന്ന കാര്യം കൃത്യമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് മസൂദ് അസറിൻ്റെ ബ്രദർ ഇൻ ലോയാണ് മുഹമ്മദ് യൂസഫ് അസർ. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ അത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ 5 കൊടും ഭീകരരുടെ പേരുകൾ മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലാണ് ഇത്തരത്തിൽ മസൂദ് അസറിൻ്റെ ബ്രദറിലോ കൂടി ഉൾപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ ഹൈജാക്കിംഗ് കാണ്ടഹാർ ഹൈജാക്കിംഗ് കേസ് അതിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് മുഹമ്മദ് യൂസഫ് അസർ എന്ന് പറയുന്നത്. മുഹമ്മദ് യൂസഫ് അസർ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. മുഹമ്മദ് യൂസഫ് അസറിന് പുറമെ മുദസ്സർ ഖാദിയാൻ ഖാസ്, ഈ മുഹമ്മദ് വിഷ്ണു, ഇതിനകത്ത് വളരെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഈ മുദസ്സർ ഖാദിയാൻ ഖാസ്, ആ ഖാദിയാൻ ഖാസിൻ്റെ ഫ്യൂണറൽ ചടങ്ങുകളിൽ പങ്കെടുത്തത് പാക് ആർമിയുടെയും പഞ്ചാബ് പോലീസിലെ IG അടക്കം ഈ ഫ്യൂണറൽ ചടങ്ങിലെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല മുഹമ്മദ് ഹസൻ ഖാൻ്റെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുത്തതിലും ഈ സേനയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അബൂ ഖാസയുടെ ഈ സംസ്കാര ചടങ്ങിലും പാക് ആർമിയുടെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു എന്നാണ് ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ?
സിജു, ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് വാർത്താ ഏജൻസി തന്നെയാണ്. ഇന്ത്യയിലെ വാർത്താ ഏജൻസി തന്നെയാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് 5 കൊടുംഭീകരർ ഇന്ത്യയുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അതിൽ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുദസ്സർ ഖാദിയാൻ ഖാസ് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മുദസ്സർ ഖാദിയാൻ ഖാസ്. ഈ മുദസ്സർ ഖാദിയാൻ ഖാസിൻ്റെ ഫ്യൂണറൽ ചടങ്ങിലാണ്, സംസ്കാര ചടങ്ങിലാണ് പാകിസ്ഥാൻ ലഫ്റ്റനൻറ്റ് ജനറൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തത്. അത് അന്ന് തന്നെ വലിയ തോതിൽ ഈ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസറും ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിലും നമുക്കൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. കാരണം റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന തലത്തിൽ പല വാർത്തകളും വന്നിരുന്നു, പക്ഷേ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇതിൽ പറയുന്നത് മുദസ്സർ ഖാദിയാൻ ഖാസിൻ്റെ സംസ്കാര ചടങ്ങിൽ അബ്ദുൾ റൌഫ് ഉൾപ്പെടെ പങ്കെടുത്തു എന്നൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാഫിസ് മുഹമ്മദ് ജമീൽ, അദ്ദേഹം ഈ ഹാഫിസ് മുഹമ്മദ് ജലീൽ ജെയ്ഷെ മുഹമ്മദുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ഭീകരവാദിയാണ്. കൊടും ഭീകരരുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. മൗലാന മസൂദ് അസറിൻ്റെ ബന്ധു കൂടിയാണ് ഹാഫിസ് മുഹമ്മദ് ജലീൽ എന്ന് പറയുന്നത്. മുഹമ്മദ് യൂസഫ് അസർ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദിയാണ്. മസൂദ് അസറിൻ്റെ ബ്രദറിലോ തന്നെയാണ്. അപ്പോൾ മസൂദ് അസറിൻ്റെ 2 അനുയായികൾ അല്ലെങ്കിൽ 2 ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അതായത് മസൂദ് അസറിൻ്റെ ഒരു വ്യക്തത വരേണ്ടത്, സ്വാഭാവികമായും അന്ന് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഉണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ മസൂദ് അസർ വന്ന് വെളിപ്പെടുത്തിയത് തൻ്റെ 10 ബന്ധുക്കൾ മരിച്ചു, 4 അനുയായികളും മരിച്ചു എന്നുള്ളതാണ്. ഈ അന്ന് മരിച്ചവരിൽ ഉൾപ്പെട്ടതാണോ ഇന്ന് പുതിയ വരുന്ന വിവരങ്ങളെന്നാണ് അറിയേണ്ടുള്ളത്. അതല്ലാതെ അതിന് പുറമെ അന്ന് മസൂദ് അസർ പറഞ്ഞതല്ലാതെ 10 പേരിന് പുറമേ ആണോ ഈ പുതിയ 5 ഭീകരർ കൊല്ലപ്പെട്ടതെന്നാണ് ഇനി വ്യക്തത വരേണ്ടത്. ആ വാർത്താ ഏജൻസിയുടെ വാർത്തയിൽ നിന്ന് അക്കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ നിലവിൽ? സിജു, അക്കാര്യത്തിലും കൃത്യമായിട്ടൊരു വ്യക്തതയുണ്ട്. അതായത് മെയ് 7-ാം തീയതി ഇന്ത്യ നടത്തിയ തിരിച്ചടി എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ തിരിച്ചടിയിൽ 100-ലധികം പേർ, പ്രത്യേകിച്ച് ഈ ഭീകരർ ഉൾപ്പെടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. ഭീകരർ ഉൾപ്പെടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നത്. ആ 100-ൽ വരുന്നതാണ് ഈ 5 കൊടും ഭീകരർ എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. അത് വാർത്താ ഏജൻസിയും ആ കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട, ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പേര് വിവരങ്ങൾ ഇപ്പോഴും ശേഖരിച്ച് വ്യക്തത വരുത്തുന്നതേ ഉള്ളൂ. അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തത കിട്ടിയിട്ടുള്ളത് 5 ഭീകരരുടെ പേരുകളാണ്. അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. മുദസ്സർ ഖാദിയാൻ ഖാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസർ, ഖാലിദ് അഥവാ അബു ആകാശ, മുഹമ്മദ് ഹസൻ ഖാൻ. ഈ 5 ഭീകരരെയാണ് ഇന്ത്യ വധിച്ചത്. അത് അന്ന് വധിച്ച 100ഓളം പേരിൽ ഉൾപ്പെടുന്നതാണ് ഈ 5 കൊടും ഭീകരർ. ഈ 5 കൊടും ഭീകരരിൽ 3 പേർ ജെയ്ഷെ മുഹമ്മദ്. അതായത് വിഷ്ണു, ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നത് മസൂദ് അസറിൻ്റെ അടുപ്പക്കാരായ ബന്ധുക്കളായ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വന്നിരിക്കുന്ന വാർത്തകൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്.